സഞ്ജന, അതാ ഫാനിന്റെ ഫാൻസി റൗണ്ട് ഇളകി വീണതാ. നാളെ ഇലക്ട്രീഷ്യനെ ഒന്ന് വിളിക്കണം, അത് ശരിയാക്കണം. നിത്യക്ക് വിശക്കുന്നുണ്ടാവോ? ഭക്ഷണം കഴിച്ചത് ഒരുപാട് നേരത്തെ അല്ലേ? കിടക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചതായിരുന്നു, അവളൊന്നും വേണ്ടെന്നാ പറഞ്ഞത്. നിനക്കെന്തെങ്കിലും ടെൻഷനുണ്ടോ? ഇല്ല. എന്താ? എനിക്കങ്ങനെ തോന്നി. ഒന്നുമില്ല മമ്മി, ഞാനിപ്പോ കാപ്പി തരാം. കേട്ടോ വത്സലേ, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു നാരങ്ങ മിഠായി വാങ്ങി തരുന്നോ കൊടുക്കുന്നതായിരുന്നു ഏറ്റവും വലിയ ചെലവ്. ഇന്നങ്ങനെയാണോ? ആദ്യം കള്ള്, അത് കഴിഞ്ഞാ മയക്കുമരുന്ന്. ഒക്കെ നിൽക്കും സാറേ, ആദ്യം ഇതിനെ പോലുള്ളവരെ ഉള്ളി തള്ളണം. എന്തിനാ മാഡം ഇങ്ങനെയൊക്കെ പറയുന്നത്? അവിടെ നടന്നത് അതൊന്നുമല്ല. ഓ, ഇനിയിപ്പോ നിന്റെ പുണ്യം കേൾക്കണം ഞങ്ങള്. മര്യാദയ്ക്ക് മിണ്ടാതെ അവിടെ എങ്ങനെ പോയിരിക്കും. നീയോ ചീത്തയായി. എന്തിനാണ് മറ്റുള്ള കുട്ടികളെ കൂടി ഇങ്ങനെ ചീത്തയാക്കുന്നത്? ഇവള് കോളേജിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന പാർട്ടിയാ. കുറെ കാലം കഴിയുമ്പോ ഇവള് വലിയ നേതാവും. അന്ന് ചിലപ്പോ നമ്മൾ ഇവളെ സല്യൂട്ട് ചെയ്യേണ്ടി വരും. മിക്കവാറും എസ്.ഐ. സാർ ഇന്ന് ഇവളെ നേതാവാക്കും. സുഗത, എസ്.ഐ. സാർ എങ്ങോട്ടാ പോയത്? സാറിനൊരു അർജന്റ് കോൾ ഉണ്ടായിരുന്നു, ഇന്നിനി പ്രതീക്ഷിക്കണ്ട. അപ്പൊ പിന്നെ ഇവളുടെ കാര്യം എങ്ങനെയാ? അതിന് CI സാറിനെ നേരിട്ട് വരും. ഇവളുടെ കള്ളനോട്ടിന്റെ കാര്യം കൈകാര്യം ചെയ്തത് സാറാണല്ലോ. ആ, അന്ന് ആരൊക്കെ ഇടപെട്ടുകൊണ്ട് ഇവൾ ഊരിപ്പോയി. ഇന്നങ്ങനെ ആവില്ല. സർ, ആ പാട്ട് നടത്തിയ കുട്ടി. ഓ, അവളാണോ? അതെ സർ. ശരി, വിളിച്ചോണ്ടോ. ശരി സർ. തന്നെ സാറ് വിളിക്കുന്നുണ്ട്. രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്ന് കരുതി തന്റെ നാവ് പൊങ്ങണ്ട. ഇന്ന് വരുന്നവന്റെ വിധിയാ. പാടി. സാർ. താമക്കോ. ശരി സാർ. എന്താടി കേസ്? അന്നത്തെ പോലെ കള്ളനോട്ട് തന്നെയാണോ? ചോദിച്ചത് കേട്ടില്ലേ? നിന്നെ SI എന്തിനാ പിടിച്ചോണ്ട് വന്നതെന്ന്? സർ, അത് ഹോസ്റ്റലിനടുത്തുള്ള കെട്ടിടത്തില് ആരോ ഒരു നൈറ്റ് പാർട്ടി നടത്തി. ആരോ? എന്നിട്ട് ബഹളം കേട്ട് ഞാൻ അവിടെ പോയി നോക്കി. ആ സമയത്ത് SI സാർ വന്നത്. എന്നെ അറസ്റ്റ് ചെയ്തു. ഓ, കാര്യം നീ SIയോട് പറഞ്ഞില്ലേ? പറഞ്ഞു സർ, പക്ഷെ സാർ ഒന്നും കേട്ടില്ല. എന്നെ ബലമായി കൊണ്ടുവരുമായിരുന്നു. സത്യത്തിൽ ഞങ്ങളാ സർ പോലീസിനെ വിളിച്ചത്. അപ്പോ നീ നിരപരാധി, തെറ്റ് ചെയ്തത് പോലീസുകാരും അല്ലേ? അതെങ്ങനെയാടി ഒരു തെറ്റും ചെയ്യാത്ത നീ എല്ലാത്തിന്റെ നടുവിൽ കൃത്യമായിട്ട് ചെന്ന് ചാടുന്നേ? ആ, പാർട്ടിയിൽ മദ്യം ഉണ്ടായിരുന്നോ? അറിയില്ല സർ. മയക്കുമരുന്നോ? അറിയില്ല. മദ്യവും ഇല്ല, മയക്കുമരുന്നും ഇല്ല. എങ്കിൽ അത് ഒരു സാധാരണ പാർട്ടിയല്ലേ? പിന്നെ നീ എന്തിനാ പോലീസിനെ വിളിച്ചേ? അത് അവിടെ ബഹളമായതുകൊണ്ട്. ഓ, പബ്ലിക് ന്യൂസൻസ്. ഉത്തമ പൗരയായ നീ പൊതുജനത്തിന് വേണ്ടി ഇടപെട്ടു, അങ്ങനെയാണോടി? പറയടി. അവിടെ പാർട്ടി നടത്താൻ ആരെയും അനുവദിക്കാറില്ല സർ. ഓ, അപ്പൊ ചട്ടലംഘനം. അല്ല, ആരാ പാർട്ടി നടത്തിയത്? രംഭ. ഉറപ്പാണോ? അതെ സർ. ഹലോ. ആ ആ കാര്യം നിങ്ങൾ കരുതുന്നത് പോലെ നിസ്സാരമല്ല.
ആ ശരി ശരി, വേണ്ടതുള്ള ഞാൻ കൈകാര്യം ചെയ്തോളാം. രംഭ, അതായത് കോളേജ് തെരഞ്ഞെടുപ്പിൽ നിന്റെ എതിരാളി അല്ലേ? ഞാൻ അറിഞ്ഞിടത്തോളം ആ കുട്ടി പാർട്ടി നടക്കുന്ന സ്ഥലത്ത് ഇല്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്നു സർ. അവളാ എന്നെ ഹോളിൽ പൂട്ടിയിട്ടത്. നിർത്തണി. പെട്ടുപോയി കഴിഞ്ഞാൽ ശത്രുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് രക്ഷപ്പെടുന്ന നിന്റെ ഈ മിടുക്കുണ്ടല്ലോ, അതിവിടെ വേണ്ട. പാർട്ടി ഓർഗനൈസ് ചെയ്തതും മദ്യവും മയക്കുമരുന്നും വിളമ്പിയതും നീ തന്നെയാ. അതിപ്പോ സാറിനോട് ആരെങ്കിലും ഫോണിൽ പറഞ്ഞു തന്നതാണോ? ആയിരിക്കും അല്ലേ സർ? അവൾക്ക് വേണ്ടി വിളിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. നീ എന്താ കരുതിയിരിക്കുന്നേ? കുറച്ച് ചങ്കൂറ്റം കാണിച്ചളയാണോ? ചാനലിലും സോഷ്യൽ മീഡിയയിലും ഓരോരുത്തർ തുള്ളുന്നത് കണ്ട് അനുകരിക്കുകയാണോ നീ? സർ, മുമ്പൊരിക്കൽ ഇവിടെ വന്നപ്പോ എന്താ കാര്യമെന്നറിയാതെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നതില്ല. ഞാൻ ചെയ്യാത്ത കാര്യത്തിനാണ് എന്നെ ഇവിടെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതിന് ധൈര്യം കിട്ടാൻ ചാനലിലും സോഷ്യൽ മീഡിയയിലും ഒന്നും തിരയേണ്ട കാര്യമില്ല സർ. ന്യായമാണ് സാർ നോക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ പേടിക്കാതെ നിൽക്കും. പകരം എന്നെ ശിക്ഷിക്കണമെങ്കിൽ സാർ ചെയ്യുന്നത് അന്യായം തന്നെയായിരിക്കും. അപ്പൊ നീ അത്ര സൈലന്റ് അല്ല. നിനക്കെന്നെ അഴിമതിക്കാരനാക്കണം. നിന്റെ കുറ്റം മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കണം. എടുത്തിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാത്തതുകൊണ്ടൊന്നുമല്ല. നാളെ ഒരു വാർത്ത ഉണ്ടാക്കേണ്ടത് കരുതിയ. എന്തായാലും സ്വയം ന്യായീകരിക്കാനും ബാധിക്കാനും അറിയാലോ. അപ്പൊ പിന്നെ നാളെ അത് നേരിട്ട് കോടതി തന്നെ ആയിക്കോ. സുമാര, നാളെ രാവിലെ തന്നെ പത്രക്കാരോട് എത്തണം. ഇപ്പൊ തന്നെ ഇൻഫർമേഷൻ കൊടുത്തേ. ഇവിടെ കൊണ്ടുവയ്ക്കോ. ഉറങ്ങിക്കോട്ടെ. നാളെ ചന്തത്തിൽ പടം എടുക്കാനുള്ളതാ. കേറി പൊടി. ഹലോ, കാര്യങ്ങൾ എളുപ്പമൊന്നുമല്ല. അവള് സംസാരിക്കാൻ അറിയാവുന്ന പെണ്ണ. സംസാരം മറ്റുള്ളവർ ഗൗരവത്തിലെടുത്തുള്ള അവസ്ഥ അറിയാലോ. മമ്മി, എന്തൊക്കെ പറഞ്ഞിട്ടാ അവരെയൊക്കെ സമ്മതിപ്പിക്കുന്നറിയോ? എത്ര പേരുടെ അക്കൗണ്ടിൽ എത്ര ലക്ഷങ്ങൾ വാരിയിട്ട് കൊടുത്താലാ ഇതൊന്ന് ഒതുക്കി തീർക്കാൻ പറ്റുന്നതെന്ന് നിനക്കറിയോ? മമ്മി മിണ്ടരുത്. ഇത്രയും നേരം സ്റ്റേഷനിലിരുന്നിട്ടും നിത്യയുടെ കാര്യം കബനി പറഞ്ഞിട്ടില്ല. അതും കൂടി പറഞ്ഞു കഴിഞ്ഞാലേ എന്തായിരിക്കും അവസ്ഥയെന്ന് നിനക്കറിയോ? എന്തൊക്കെയാ തകരുന്നെന്നറിയോ? ഇന്ദ്രപുരിയുമായിട്ടുള്ള ബന്ധം, ദേവരഞ്ജിനിയുമായിട്ടുള്ള സൗഹൃദം, പിന്നെ നിന്റെ ആഗ്രഹങ്ങളൊക്കെ ഒരുമിച്ചായിരിക്കും തലേ കൂടെ ഇടിഞ്ഞു വീഴുക. അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല മമ്മി. വിശ്വസിക്കാൻ കൊള്ളാത്തവന്മാരെയൊക്കെ എന്തിനാ രംഭ കൂടെ എഴുന്നള്ളിച്ചോണ്ട് നടക്കുന്നത്? മമ്മി, ഇന്നത്തെ രാത്രി ഇങ്ങനെ കഴിയും. നാളെ നേരം വെളുക്കുമ്പോഴോ സത്യം എന്താണെന്ന് ഇന്ദ്രപുരിയിലുള്ളവരോട് നിത്യ പറയില്ലേ? ഒറ്റ ദിവസത്തെ നാണക്കേടിൽ നിന്നും കബനി രക്ഷകയാവും. ഇന്ദ്രപുരിക്കും പ്രിയപ്പെട്ടവളാവും. അപ്പൊ തൃപ്തിയാവുമല്ലോ നിനക്ക്. മമ്മി പറ്റിപ്പോയി. എങ്ങനെയെങ്കിലും മമ്മി എന്നെ രക്ഷിക്ക്. നിർത്തിക്കോ രംഭ. നിന്റെ എല്ലാ കൂട്ടുകെട്ടും ഇതോടെ അവസാനിപ്പിച്ചോണം. എനിക്കൊന്നും അറിയണ്ട. പോ. മമ്മി, കബനി സ്റ്റേഷനിലാണെന്നറിഞ്ഞ ഇപ്പൊ ഇറങ്ങും നിന്റെ അച്ഛമ്മ, കൊട്ടാരമുറ്റത്തെ പാർവതിയമ്മ. അന്ന് ആ കള്ളനോട്ട് കേസിൽ തന്നെ നിന്നെ വ്യക്തമായ സംശയമുണ്ട്. ഇതും കൂടി ആവുമ്പോ തീർന്നു. മുത്തശ്ശി ഒന്നിനും പോവാൻ പാടില്ല. അത് വിലക്കാൻ മമ്മിക്ക് പറ്റില്ലേ? അമ്മമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്തേനെ.
മിണ്ടാതിരുന്നോണം. ഇനി ഇതിന് എന്റെ കഴിവ് കുറവെന്ന് പറയാനാണോ ഉദ്ദേശം? നാളെ ഇതൊരു കോലാഹലമാവും. അങ്ങനെയായാൽ പിന്നെ ബാക്കിയുള്ളത് ഒരേ ഒരു മാർഗം മാത്രമാണ്. ഋഷിയോട് കബനിക്കുള്ള അടുപ്പം ദേവരഞ്ജിനിക്ക് തലവേദനയാണ്. അതിനുവേണ്ടി നീ ക്രിയേറ്റ് ചെയ്തതാണ് ഇതെല്ലാമെന്ന് ദേവരഞ്ജിനിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. അപ്പൊ നിത്യ നോക്കട്ടെ, കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ടല്ല നടക്കുന്നതെങ്കിൽ നാളെ രാവിലെ ഞാൻ ഇന്ദ്രപുരിയിൽ ചെന്ന് നിത്യ ഒന്ന് കാണാം. അവളുടെ അഭിമാനത്തിനല്ല, ഇന്ദ്രപുരിയുടെ അഭിമാനത്തിന് തന്നെയാണ് ഭീഷണിയെന്ന് ബോധ്യപ്പെടുത്തണം. കുടുംബത്തിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്നവളായതുകൊണ്ട് അത് മനസ്സിലാവാതെ പോവില്ല. ഇതിപ്പോ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞത് നീ ചെയ്തത് 1% പോലും ശരിയാണെന്ന് തോന്നിയിട്ടല്ല. എതിർത്ത് നിൽക്കുന്നവരുടെ മുൻപിൽ അഭിമാനം പോവാതിരിക്കാൻ വേണ്ടിയാ. നാളത്തെ ദിവസം കഴിഞ്ഞാൽ ഇലക്ഷനാ. അതിനുവേണ്ടിയായിരുന്നല്ലോ നിന്റെ പരാക്രമങ്ങൾ മൊത്തം. ഇനി അതിലെങ്കിലും ജയിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പാ മമ്മി. ഈ ഒറ്റ ദിവസം ഇതൊന്ന് അവസാനിക്കാതിരുന്നാ മതി. ഒരു വോട്ട് പോലും അവക്ക് വീഴില്ല. അതിന് ക്യാമ്പസിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. സത്യമാണ് മമ്മി. പോയി കിടന്നു. എന്തായാലും നിനക്ക് നല്ലത് ചെയ്യാത്ത കൂട്ടുകാരെയെങ്കിലും കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കണം. താങ്ക്സ് മമ്മി. മമ്മിയുടെ പ്രൊട്ടക്ഷൻ ഉള്ളതാ എന്റെ ധൈര്യം. നിനക്ക് അമിത സ്വാതന്ത്ര്യം തന്നത് ഞാനാ. പക്ഷേ മറ്റുള്ള അമ്മമാരെ പോലെ നിന്നെക്കുറിച്ച് നല്ലത് കേൾക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞേ ഉള്ളൂ. കുറച്ചും കൂടി ഒഴിക്കട്ടെ മമ്മി? വേണ്ട. തലവേദന കുറവുണ്ടോ മമ്മി? എന്നാ മമ്മി പോയി കിടന്നോ, ഞാൻ കഴുകി വെച്ചോളാം. അതൊക്കെ നാളെ മതി. ഞാൻ നിത്യൊന്ന് നോക്കട്ടെ. എന്തിന്? അതിന് നീ എന്തിനിങ്ങനെ ഞെട്ടുന്നു? ഒന്നുമില്ല മമ്മി, അവള് ഉറങ്ങുകയല്ലേ എന്ന് കരുതിയിട്ട്. രാത്രി അവളെ കണ്ടില്ല. എന്തോ ആ സമയത്ത് തുടങ്ങിയതാ ഒരു ടെൻഷൻ. അതാ ഈ തലവേദനയായെന്ന് തോന്നുന്നു. അതൊക്കെ മമ്മിക്ക് വെറുതെ തോന്നുന്നതാ. എന്തായാലും അവളെ ഒന്ന് കണ്ടാലേ എനിക്കിനി സമാധാനം കിട്ടൂ. മമ്മി, അവളെ ഇപ്പൊ വിളിക്കണോ? എന്താ നിനക്ക്? ഓ, ഒരു പാർട്ടിക്ക് പോയെന്നും പറഞ്ഞ് ഞാൻ എന്തെങ്കിലും പറയുന്നു കരുതിയാണോ? അതിനൊന്നും അല്ല. നല്ല ഉറക്കമാണ്, വിളിക്കണ്ട മമ്മി. ഉറങ്ങിക്കോട്ടെ. ഈശ്വര, ദൈവം കാത്തു. ഇത് ഋഷിയുടെ പണി തന്നെ.
മമ്മി ഉറങ്ങിയോ? നിത്യയുടെ മുറി ചെന്നിട്ട് മമ്മി നിത്യയെ കണ്ടോ? കണ്ടു. നിത്യ എപ്പോഴാ വന്നത്? കുറെ മുമ്പ്. അവൾ എവിടുന്ന ഭക്ഷണം കഴിച്ചത്? പാർട്ടിന്ന്. മമ്മിയുടെ കണ്ണിപ്പെടാതെ നീ സെറ്റിൽ കിടത്തിയ നിത്യ എങ്ങനെ അവളുടെ മുറിയിലെത്തി? ബോധമില്ലാതെ കിടന്ന അവള് തനിച്ച് മുറിയിലെത്തൂ? ഞാനാ അവളെ മുറിയിൽ കൊണ്ടുപോയി കിടത്തിയത്. വരുൺ, അവളെ ആ കണ്ടീഷനിൽ മമ്മി കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വരുൺ, ഇന്നത്തെ ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ കുടുംബം ഇല്ലാതാവരുതെന്ന് ഞാൻ കരുതി. അത്രേ ഉള്ളൂ. വരുൺ, പെട്ടെന്ന് അവൾ അങ്ങനെ വന്ന് കേറിയപ്പോ പാർട്ടി നടക്കുമ്പോ ഞാൻ വിളിച്ചിരുന്നു. അവൾക്ക് താല്പര്യമില്ല, തിരിച്ചു പോരാന്ന് എന്നോട് പറഞ്ഞത്. ആരോ കൂൾ ഡ്രിങ്ക്സിൽ എന്തോ ഇട്ട് കൊടുത്ത് ചതിച്ചതാ. ഇതും രക്ഷപ്പെടലിന്റെ ഭാഗമാണോ? അല്ല, സത്യം. വരുൺ, നാളെ അവളോടൊന്നും ചോദിക്കണ്ട. ഞാൻ അവളുടെ ഏട്ടനാ. എന്റെ ഉത്തരവാദിത്തങ്ങളിൽ തനിക്ക് സംശയം ഉണ്ടായിരിക്കും, പക്ഷേ അധികാരങ്ങളിൽ സംശയമില്ലല്ലോ. ഉണ്ടോ? മക്കളുടെ കാര്യത്തിൽ മമ്മി എന്തുകൊണ്ട് സ്ട്രിക്റ്റ് ആകുന്നു എന്നതിന് ഈ ഒരൊറ്റ കാര്യം മതി. സഹായിയായി താനുള്ളത് കൊണ്ട് മാത്രമാ ഇവിടെ ഇല്ലാത്തവൾ ഇവിടെ ഉണ്ട് എന്ന് മമ്മിയെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞത്, അല്ലേ? വാസ്തവം മമ്മി കണ്ടുപിടിച്ച ക്രൂരത, നിങ്ങൾ ചെയ്യുന്നത് ന്യായം. എത്ര വിചിത്രം. വരുൺ, കാല് പിടിക്കാം. ഇക്കാര്യത്തിൽ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്റെ അനുജത്തി ഒരു തെറ്റ് ചെയ്തു. തൽക്കാലം ഞാനത് മൂടിവെച്ചു, അത്രേ ഉള്ളൂ. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. ഒരു മുതിർന്ന ആളുടെ സ്ഥാനത്ത് നിന്ന് അവളെ ഉപദേശിക്കേണ്ടവരാ ഞാനും നീയൊക്കെ. അറിയാം. എന്നിട്ടാണോ ഇങ്ങനെ? നോക്ക്, എന്റെ മുമ്പിലുള്ള തന്റെ സ്വാതന്ത്ര്യക്കുറവിനെ താൻ കുറ്റക്കാരിയായി കാണുന്നത് മമ്മിയാണ്. മമ്മിയെ മറികടക്കാൻ കിട്ടുന്ന ഒരവസരവും താൻ പാഴാക്കില്ലെന്നും അറിയാം. പക്ഷേ അതിര് കടക്കരുത്. മറുപടി പറയേണ്ടി വരുന്നത് വലിയ കാര്യങ്ങൾക്കായിരിക്കും. തൽക്കാലം നാളെ ഞാൻ അവളോടൊന്നും ചോദിക്കുന്നില്ല. താൻ തന്നെ ചോദിക്കണം. എന്നിട്ട് ഒട്ടും കള്ളമില്ലാത്തൊരു ഉത്തരം എന്നോട് പറയണം. കിടന്നോളൂ. താങ്ക്സ് വരുൺ. വരുൺ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ. നോക്ക് സഞ്ജന, സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ മാർക്ക് വാങ്ങിക്കുന്നതും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നതും ഒക്കെ മമ്മിയെ സന്തോഷിപ്പിക്കാനായിരുന്നു. പേപ്പറിൽ 100 മാർക്ക് കണ്ട ഞാൻ സന്തോഷിക്കില്ല. പക്ഷെ അത് കണ്ട് മമ്മി ചിരിച്ച എന്റെ മനസ്സ് നിറയും. ചില താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഞാൻ ഒതുക്കിയിട്ടുണ്ട്. എന്നിട്ടും തന്റെ വിവാഹാലോചന വന്നപ്പോ മമ്മിയെ ഞാൻ മറികടന്നു. അത് തന്നോട് തോന്നിയ ഇഷ്ടം കൊണ്ട് തന്നെയാ. താൻ എങ്ങനെ അതിനെ കരുതിയാലും. ഒരു ഫാമിലി മാൻ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പല സ്ഥലത്തും നിശബ്ദനാകേണ്ടി വരും. എനിക്കും അതെ. ചിലർ നിശബ്ദതയെ കഴിവില്ലായ്മ എന്ന് വിളിക്കും. എന്ത് വിളിപ്പേരിട്ട് വിളിച്ചാലും എനിക്കിനി എന്നെ മാറ്റാനാവില്ല. സർ, അവളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ? അവളെ നാട്ടുകാരനാ. അവിടെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ ചേട്ടനാന്നാ പറഞ്ഞേ. എന്താ എന്റെ പേര്? ഗണേശൻ. എന്താ ജോലി? അത് നാട്ടുമ്പുറത്തെ കൂലിവേലയാ.
കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാ. ശരി സാർ. മോള് പേടിക്കണ്ട. സി എ സാറിനെ കണ്ട് ഞാൻ കാര്യങ്ങൾ പറയാം. സത്യം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയും. മോള് ധൈര്യമായിട്ടിരിക്കെ. ആ, തനിക്ക് സി ഐ കാണാം. ഓ, നന്ദിയുണ്ട് സാർ. ആ, പിന്നെ ഒരു കാര്യം, പത്രക്കാരും ചാനലുകാരൊക്കെ വിളിച്ചു ചോദിച്ചിട്ടും സാറ് തടഞ്ഞു നിർത്തിയിരിക്കുക. അറിയാലോ വാർത്ത വന്നാലുള്ള കാര്യം. നാറും. കോളേജിലല്ലേ, പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റില്ല. ഞാൻ എന്താ സാറേ ചെയ്യേണ്ടത്? സാറ് പറയുന്നത് എന്താ വെച്ചാൽ അനുസരിക്കുക, അല്ലാതെ വെറുപ്പിക്കാൻ നിൽക്കണ്ട. മനസ്സിലായല്ലോ? ഓ, സാർ നമസ്കാരം സാർ.